അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കുകയാണ് അല്ലെ, ടൈപ്പ് ഓഫ് ചിപ്സ് എന്ന് പറഞ്ഞ സംഗതിയും കൂടെ നോക്കാം അടുത്തത്. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഇതൊന്നും ഇങ്ങനെ മെൻഷൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന സാധനങ്ങളാണ്. എത്ര ടൈപ്പ് ഓഫ് ചിപ്പുകളാണ് അവൈലബിൾ ആയിട്ട്. അപ്പൊ മേജർ ആയിട്ട് നമുക്കറിയാലോ, നമുക്ക് മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേൺ ചെയ്തായിരുന്നു ശരി തന്നെ, എന്ത് നിങ്ങൾ പ്രോസസ്സ് ചെയ്താലും ശരി തന്നെ, മെറ്റലിനെ കട്ടിങ്ങിന്റെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെറ്റലിന്റെ പാർട്ടിക്കിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇൻ ദ ഫോം ഓഫ് ചിപ്പ് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെ, ഒരു റെസിഡ്യൂ കിട്ടുന്ന ചിപ്പ് എന്ന രീതിയിലായിരിക്കും. നമ്മളിപ്പോൾ ടേർണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ടേണിംഗ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അല്ലെ, ഇത് എന്ത് തന്നെ ആയിരുന്നാലും എന്ത് ടൈപ്പ് ഓഫ് ടേണിംഗ് നിങ്ങൾ ചെയ്യിപ്പിച്ചാലും നിങ്ങൾക്ക് ചിപ്പ് കിട്ടും. ആ ചിപ്പുകൾ ഏതൊക്കെ ടൈപ്പ് ഉള്ളതെന്ന് കണ്ടാണ്. അപ്പൊ മേജർ ആയിട്ട് ചിപ്പിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ, മേജർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ചിപ്പുകളെ ക്ലാസിഫൈ ചെയ്യുന്ന 3 ടൈപ്പിലായിരിക്കും. കണ്ടിന്യൂസ് ഒന്നും ഡിസ്കണ്ടിന്യൂസ് ഒന്നും കണ്ടിന്യൂസ് ചിപ്പ് തന്നെ വിത്ത് ബിൽട്ടപ്പ് എഡ്ജ്, BUE എന്ന് പറയും കേട്ടോ, ബിൽട്ടപ്പ് എഡ്ജോട് കൂടി ഇരിക്കുന്ന കണ്ടിന്യൂസ് ചിപ്പ്, അങ്ങനെയുള്ള 3 ടൈപ്പ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഒന്നാമത്തെ പറയുന്നത് കണ്ടിന്യൂസ് ചിപ്പ് ആണ്. അപ്പൊ കണ്ടിന്യൂസ് ചിപ്പിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ, കണ്ടിന്യൂസ് ചിപ്പ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കട്ടിംഗ് ടൂൾ വെച്ച് ഇതായിട്ട് വരുന്ന സമയത്ത് ആ ജോബ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് നമുക്ക് ആ ഒരു ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകളായിരിക്കും കിട്ടുക. ഇനി അടുത്ത പറയുന്ന സാധനം ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ് ആയിട്ടായിരിക്കും എന്ത് കിട്ടുക, ചിപ്പുകൾ കിട്ടുക. അതിനായിരിക്കും നിങ്ങളുടെ ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത പറയുന്ന സാധനമായിരിക്കും ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറയും അല്ലെ, അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ചിപ്പിനെ കിട്ടും, പക്ഷേ കണ്ടിന്യൂസിൽ ചെറിയൊരു ബ്രേക്ക് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അത് എന്ത് ചെയ്യുക, ഇതിന്റെ പുറത്ത് വരിക, നമുക്ക് ജോബിന്റെ പുറത്ത് വന്ന് വീഴുകയോ, അല്ലെങ്കിൽ നമ്മുടെ കട്ടിംഗ് ടൂൾ ഉണ്ടെങ്കിൽ കട്ടിംഗ് ടൂളിന്റെ പുറത്ത് ഒരു ബിൽട്ടപ്പ് ആയിട്ട് നിൽക്കുകയും എന്നിട്ട് ഈ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ചിപ്പ് ആയിരിക്കും ഇതിന്റെ പുറത്ത് വന്ന് വീഴുക. അപ്പൊ അതുവഴി ചിലപ്പോൾ ഒരു പുതിയൊരു കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജോബിന്റെ സർഫസ് ഫിനിഷ് ഒക്കെ ഇല്ലാതാവാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഇതായിരിക്കും ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് എന്നുള്ള സാധനം അല്ലെ, ബിൽട്ടപ്പ് എഡ്ജോട് കൂടി ഇരിക്കുന്ന ചിപ്പ് എന്നുള്ള സാധനമായിരിക്കും നിങ്ങൾക്ക് ഫോം ചെയ്യുക. അതിനായിരിക്കും ബിൽട്ടപ്പ് എഡ്ജ് ഫോം ചെയ്തോടുകൂടി ഉണ്ടാവുന്ന ചിപ്പ് എന്നുള്ള സാധനം. ഓക്കെ, ഇങ്ങനെയാണ് 3ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, എന്താണ്, എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ഇപ്പൊ മെറ്റീരിയൽ നമ്മൾ മേജർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഡക്റ്റൈൽ എന്നും അതുപോലെ ബ്രിട്ടിൽ എന്നുമാണ്. അപ്പം ഏത് മെറ്റീരിയലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കണ്ടിന്യൂസ് കാണുക, ഏത് ഇതിലാണ് ഡിസ്കണ്ടിന്യൂസ് കാണുക, ഏതിലാണ് കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് കാണുക എന്നുള്ള ഒരു പർട്ടിക്കുലർ റീജിയൻ നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് കണ്ടിന്യൂസ് ആയിരുന്നു. കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു ഫീഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്, നമുക്ക് കിട്ടുന്നത് കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകളായിരിക്കും. നോക്കാം, ഒന്നാമത് പറയാൻ കണ്ടിന്യൂസ് ആണ്. അപ്പം അത് നമുക്ക് കണ്ടിന്യൂസ് ചിപ്പിനെ പല പേരുകളിലായിട്ട് അറിയുന്നുണ്ട്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അറിയുന്നത് റിബൺ ടൈപ്പ് എന്നായിരിക്കും. എന്താ പറയുന്നത്, റിബൺ ടൈപ്പ് കേട്ടോ, റിബൺ ടൈപ്പ് പറഞ്ഞെങ്കിൽ എഴുതിയിട്ടേക്ക്, റിബൺ ടൈപ്പ് കണ്ടിന്യൂസ് ചിപ്പ് അതർവൈസ് നോൺ ആസ് റിബൺ ടൈപ്പ് എന്ന് പറയുന്നത്. റിബൺ ടൈപ്പ് അതായത് ഒരു റിബണിനെ പോലെ അല്ലെ, ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ടൈപ്പ് ഓഫ് ചിപ്പ് ആയിരിക്കും ഈ കണ്ടിന്യൂസ് ചിപ്പ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോഫ്റ്റും ഡക്റ്റൈൽ ആയിട്ടുള്ള വർക്ക് പീസ്, നമ്മൾ ഉപയോഗിക്കുന്ന വർക്ക് പീസ് സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി കൂടിയിരിക്കുന്ന വർക്ക് പീസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകൾ കിട്ടത്തുള്ളൂ. അപ്പം കാര്യം കണ്ടിന്യൂസ് ചിപ്പ് കിട്ടാനുള്ള മേജർ റീസൺ എന്നറിയപ്പെടുന്നത് നല്ല സ്പീഡ് ഓഫ് മെഷീനിങ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഹൈ സ്പീഡ് ഉണ്ടെങ്കിൽ അല്ലെ, മെഷീനിങ് സമയത്ത് ഹൈ സ്പീഡ് ഓഫ് മെഷീനിങ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകൾ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് എഡ്ജ് എടുക്കുകയാണെങ്കിൽ കട്ടിംഗ് എഡ്ജ് എന്താണ് പ്രത്യേകത, അത് ലാർജ് റേക്ടാംഗിൾ ആണ് അല്ലെ, വലിയ റേക്ടാംഗിളുകളും കാര്യങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ എന്താ കിട്ടുക, കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകൾ കിട്ടും. ഇനി അതുപോലെ തന്നെ സ്മോൾ അൺകട്ട് ചിപ്പ് തിക്നെസ്, അതായത് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു സാധനത്തിനകത്ത് ഇദ്ദേഹത്തിന്റെ ചിപ്പിന്റെ തിക്നെസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, കാരണം റിബൺ ടൈപ്പ് ആവണം, അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മളിത് മോസ്റ്റ് കോമൺലി കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകൾ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം, കട്ടിംഗ് ഫ്ലൂയിഡുകളും കാര്യങ്ങളൊക്കെ മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കണം എന്നാണ് അറിയുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകളാണ് പറഞ്ഞിരിക്കുക. സ്മോൾ ചിപ്പ് തിക്നെസ്, ഹൈ കട്ടിംഗ് സ്പീഡ്, ഷാർപ്പ് കട്ടിംഗ് എഡ്ജ്, ലാർജ് റേക്ടാംഗിൾ അല്ലെ, റേക്ടാംഗിൾ ഭയങ്കര കൂടുതൽ ഇറങ്ങണം. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഫീഡിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫൈൻ ഫീഡ് ആയിരിക്കും കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്, ഫൈൻ ആയിട്ടുള്ള ഫീഡ് കൊടുക്കണം. അതുപോലെ തന്നെ നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, അതാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് യൂസ് ഓഫ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകൾ കിട്ടും. ഇനി അവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഡക്റ്റൈൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അല്ലെ, ഡക്റ്റൈൽ ടൈപ്പ് കേൾക്കാമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഡക്റ്റൈൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ലെ, ഡക്റ്റൈൽ ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എക്സാമ്പിളുകൾ എന്ന് അറിയപ്പെടുന്ന മൈൽഡ് സ്റ്റീൽ അല്ലെ, മൈൽഡ് സ്റ്റീൽ, അതുപോലെ തന്നെ കോപ്പർ, അലുമിനിയം അല്ലെ, കോപ്പർ, അലുമിനിയം ഇതൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി എന്ത് ഉപയോഗിക്കുന്നത്, കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പ് അല്ല, ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മോസ്റ്റ് കോമൺലി കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകൾ കിട്ടുക. അതായത് നിങ്ങളുടെ വർക്ക് പീസ് എന്നറിയപ്പെടുന്ന ഇതൊക്കെ ആയിരിക്കും അല്ലെ, മൈൽഡ് സ്റ്റീൽ, കോപ്പർ, അലുമിനിയം പോലുള്ള സാധനങ്ങളായിരിക്കും കിട്ടുന്നത് കേട്ടോ.
പിന്നെ അതിന്റെ ഇതൊന്നും വേണ്ട, അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സംഭവം എന്ന് അറിയപ്പെടുന്ന നിങ്ങൾ കിട്ടുന്ന ചിപ്പിന്റെ സൈസ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ചിപ്പാണ് കിട്ടുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടൂൾ ലൈഫ് വേണമെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചുമ്മാ ഒന്ന് ഊഹിച്ച് പറഞ്ഞ, കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പാണ് കിട്ടുന്നതെങ്കിൽ ടൂൾ ലൈഫ് എന്തായിരിക്കും? ടൂൾ ലൈഫ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പ് കിട്ടുകയാണെങ്കിൽ ടൂൾ ലൈഫ് എന്തായിരിക്കും? പറയും. വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ലാർജ് റേക്ക് ആംഗിൾ ആയിരിക്കുന്ന സമയത്ത്, റേക്ക് ആംഗിൾ ഭയങ്കര കൂടിയിരിക്കുന്ന സമയത്ത് ടൂൾ ലൈഫിന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കേട്ടിട്ടുണ്ടോ? ലാർജ് റേക്ക് ആംഗിൾ ആയിരിക്കുന്ന സമയത്ത് ടൂൾ ലൈഫ്, കൈലാസി പറഞ്ഞെന്ന് തോന്നുന്നു, റേക്ക് ആംഗിൾ കൂടിയിരുന്നു കഴിഞ്ഞാൽ ടൂൾ ലൈഫ് എന്ത് പറ്റും? അയ്യോ, അങ്ങനെയാണോ പറഞ്ഞത്? ഓക്കെ, നമ്മളന്ന് പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ. റേക്ക് ആംഗിൾ കൂടിയിരുന്നു കഴിഞ്ഞാൽ, റേക്ക് ആംഗിൾ ബെസ്റ്റ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ റേക്ക് ആംഗിൾ നല്ല രീതിയിൽ ഒന്ന് കൂടിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടൂൾ ലൈഫ് കൂടും. അങ്ങനെ തന്നെ നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അത് അതെ അതെ, ആ ഒരു ഇത് വരുന്ന സാധനത്തിന് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ടൂൾ ലൈഫ് കൂടും എന്നുള്ള സാധനം. അതെ അതെ, ആ കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഏതിനാണ്? അതാണ്, എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് അങ്ങനെ പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇതിൽ സർഫസ് ഫിനിഷ് നന്നായിരിക്കും, നല്ല സർഫസ് ഫിനിഷ് കിട്ടും, നല്ല സർഫസ് ഫിനിഷ് കിട്ടും. ഓക്കെ, നല്ല സർഫസ് ഫിനിഷ് കിട്ടും. ഇപ്പോൾ ഹൈ സ്പീഡ് മെഷീനിങ് ചെയ്യുന്ന സമയത്ത് നല്ല സർഫസ് ഫിനിഷും കാര്യങ്ങളും കിട്ടും. ഇതിൽ കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പാണ് നിങ്ങൾക്ക് ഫോം ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് ടൂൾ ലൈഫ് നമുക്ക് നല്ല രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫീഡും കാര്യങ്ങളും എല്ലാം തുല്യമായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു ഫീഡിലാണ് നിങ്ങൾ അനുസരിച്ച് പോയിട്ടുള്ള എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സാധാരണ ബാക്കിയുള്ള സാധനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ടൂൾ ലൈഫ് കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ആ ആ ആ ഉം 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 അതായത് ആ നോസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ അളവ് കുറയും. അതായത് ഈ ഒരു എഡ്ജ് എന്നറിയപ്പെടുന്ന ഇങ്ങനെ ഭയങ്കര രീതിയിലുള്ള മൂർച്ച, ഷാർപ്പാ, മോർ ഷാർപ്പ്, പൊട്ടിപ്പോകും. അത് കണ്ടീഷൻ സമ്മതിച്ചു. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം. അതായത് നമ്മളിപ്പം ഇതേ സാധനം ഇപ്പം നമ്മളിപ്പം ഈ ഈ ഒരു ഭയങ്കര റേക്കാംഗിൾ ഇരിക്കുന്ന, അല്ല ഭയങ്കര മൂർച്ച കൂടിയിരിക്കുന്ന റേക്കാംഗിൾ ഉപയോഗിക്കുന്ന സാധനത്തിൽ നിങ്ങൾ എടുത്തിട്ട് കാസ്റ്റ് അയണിൽ ഉപയോഗിക്കുകയാണെന്ന് വെച്ചോ. ഞാൻ പറയുന്ന കണ്ടീഷൻ നോക്കിക്കോളെ. നിങ്ങൾ എടുക്കുന്ന കാസ്റ്റ് അയണിലാണ്, നിങ്ങളുടെ ഇരിക്കുന്ന വർക്ക് പീസ് കാസ്റ്റ് അയൺ ആണ് എടുക്കുന്നതെങ്കിൽ ഈ കണ്ടീഷനിലും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? കാസ്റ്റ് അയൺ അല്ല, നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ. അതത്രേ ഉള്ളൂ. ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ റേക്ക് ആംഗിൾ നിങ്ങൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ ടൂൾ ലൈഫ് കൂട്ടാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇതിനകത്ത് സർഫസ് ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സർഫസ് ഫിനിഷ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന ചിപ്പിന്റെ ആ സൈസ് അനുസരിച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ഒരു ചിപ്പ് ഭയങ്കര കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അതിന്റെ ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുക. ഈ ടൂളിന്റെ പ്രത്യേകത ആണ് ടൂൾ ലൈഫ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു സർഫസ് ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് ഇതാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ചിപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വർക്ക് പീസ് എന്തായിരിക്കണം? ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. അതായത് മൈൽഡ് സ്റ്റീലോ കോപ്പറിന്റെയോ അലുമിനിയത്തിന്റെയോ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമായിരിക്കണം, എങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ചിപ്പ് കിട്ടത്തുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് ചിപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്നുള്ളത് ടൂൾ ലൈഫ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സർഫസ് ഫിനിഷും കൂടുതലാണ്. ഇനി അടുത്ത പറയുന്ന സാധനം എന്ന് അറിയപ്പെടുന്നത്, ഇത് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾ കട്ടിങ്ങും കാര്യങ്ങളും പോസിബിൾ ആക്കുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പവർ കൺസംഷൻ. എന്താണ് പവർ കൺസംഷൻ? അതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. പവർ കൺസംഷനും എന്താണ് ഇതിനകത്ത്? പവർ കൺസംഷനും നോർമൽ ആയിട്ടുള്ള പവർ കൺസംഷൻ, അതായത് കുറവ്. നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് കുറവായിരിക്കും. സാധാരണ പവർ കൺസംഷൻ എടുക്കുന്നതിനെക്കാട്ടി ഇവിടുത്തെ പവർ കൺസംഷന്റെ അളവ് കുറവായിരിക്കും കേട്ടോ. ലോ പവർ കൺസംഷൻ. ഇത്രയും ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ? കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പ് ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം ചിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന സാധനം ചിപ്പാണ്. അപ്പൊ ചിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പ്. അപ്പൊ എവിടെയാണ്, ഏത് മെറ്റീരിയലാണ് കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തായാലും പറഞ്ഞു. അപ്പൊ ഇനി രണ്ടാമത് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഡിസ്കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഹാർഡും ബ്രിട്ടിലും ആയിട്ടുള്ളത്, ഭയങ്കര ഹാർഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബ്രിട്ടിൽ ആയിട്ടുള്ള വർക്ക് പീസസ് എടുക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ഡിസ്കണ്ടിന്യൂസ് കിട്ടുക. അപ്പം ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ബ്രിട്ടിൽ ആയിട്ടുള്ള പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പറയും?
ഏതൊക്കെ പറയും? അല്ലെങ്കിൽ ഹാർഡും ബ്രിട്ടിലും ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും മോസ്റ്റ് കോമൺലി നമ്മൾ പറയാ? കാസ്റ്റ് അയൺ പറയും. അതുപോലെ ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് കയറ്റുന്ന സാധനം ബ്രാസും ബ്രോൺസും ഉണ്ട് അല്ലെ? ബ്രോൺസും ബ്രാസ് വെങ്കലം അല്ലെ? വെങ്കലം അതുപോലെ ചെമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രാസ് ബ്രോൺസ് ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോവാണ്. അപ്പൊ അതെല്ലാം നമ്മൾ സാധാരണയായിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്? അതെല്ലാം നിങ്ങൾ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഡിസ്കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകളായിരിക്കും കിട്ടുക. കാസ്റ്റ് അയൺ, ബ്രാസ്, ബ്രോൺസ് എക്സാമ്പിൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് അറിയപ്പെടുന്നത് ചിപ്പിന്റെ തിക്നെസ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതിന്റെ ചിപ്പിന്റെ തിക്നെസ് എങ്ങനെയായിരുന്നു? അത് ഭയങ്കര കുറവായിരുന്നു. ഇവിടെ എന്താ പ്രത്യേകത? ലാർജ് ആയിട്ടുള്ള എന്തായിരിക്കും കിട്ടുന്നത്? ലാർജ് ആയിട്ടുള്ള ചിപ്പിന്റെ തിക്നെസ് ഇതായിരിക്കും. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. അപ്പൊ കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകൾ ഉണ്ടാവാനുള്ള കാര്യം തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് കണ്ടിന്യൂസ് ടൈപ്പ് എന്നറിയപ്പെടുന്ന ഹൈ സ്പീഡ് ആണെങ്കിൽ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകൾ ഉണ്ടാവുന്നതിന്റെ മേജർ കാര്യം എന്ന് പറഞ്ഞാൽ ലോ സ്പീഡ് ഓഫ് മെഷീനിങ് ആണ് കേട്ടോ. ലോ സ്പീഡ് ഓഫ് മെഷീനിങ് ചെയ്യിപ്പിക്കുന്നതിന്റെ സ്പീഡ് ഭയങ്കര കുറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകൾ കിട്ടും. അതുപോലെ തന്നെ നേരത്തെ എടുത്തതിന്റെ ഓപ്പോസിറ്റ് അല്ലെ? നേരത്തെ നിങ്ങൾക്ക് സ്മോൾ ആയിട്ടുള്ള അല്ല റേക്ടാംഗിൾ കൂടിയല്ലേ? പോസിറ്റീവ് അല്ലെങ്കിൽ ഹയർ എമൗണ്ട് ഓഫ് റേക്ടാംഗിളും കാര്യങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് റേക്ടാംഗിളിന്റെ അളവ് കുറഞ്ഞു. സ്മോൾ റേക്ടാംഗിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമ്മുടെ ഇരിക്കുന്ന ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ ഇതെടുക്കുന്ന സമയത്ത് എന്ത് ടൈപ്പ് ഓഫ് റേക്ടാംഗിളുകൾ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്? കാസ്റ്റ് ചെയ്യുന്ന മെഷീൻ ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് റേക്ടാംഗിളുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു? കാസ്റ്റ് ചെയ്യുന്ന ഇതാക്കുമ്പോൾ നെഗറ്റീവ് ഉപയോഗിക്കണം. അതേസമയം നമ്മൾ ബ്രാസ് ബ്രോൺസ് അതൊക്കെ എടുക്കുന്ന സമയത്ത് മോസ്റ്റ് കോമൺലി ഏതാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു? എങ്ങനെയോ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ഒക്കെ പറഞ്ഞിട്ടില്ലേ? അല്ലെ ബ്രാസ് ബ്രോൺസിനൊക്കെ ഏതാ പറഞ്ഞത്? മിക്കവാറും പറയുന്നത് നെഗറ്റീവ് സീറോ ഒക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? പണ്ടെപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. അതെ സീറോ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ കാസ്റ്റേന്റെ സീറോ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ബ്രാസ് ബ്രോൺസ് സാധനങ്ങൾ മറ്റേത് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? നെഗറ്റീവ് റേറ്റ് ബ്രാസ് ബ്രോൺസിന്റെ കാര്യങ്ങളൊക്കെ പണ്ടെപ്പോഴോ പഠിച്ച സമയത്ത് നമ്മൾ നെഗറ്റീവ് പഠിച്ചിട്ടില്ലേ? ഇല്ല. കാർബൈഡാ അത് നമ്മള് ഇതല്ലേ? അത് നമ്മുടെ കട്ടിംഗ് ടൂളിന്റെ സാധനമല്ലേ? കട്ടിംഗ് ടൂളിന്റെ ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പോഴും സീറോ റെക്ടാംഗിൾ ആയിരിക്കും. അല്ലെങ്കിൽ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉണ്ടാക്കിയിരിക്കുന്ന സീറോ റെക്ടാംഗിൾ. നമ്മളിപ്പോ പറയുന്നത് മെഷീനിങ് ചെയ്യിപ്പിക്കുന്ന സർഫസ്. അത് മീൻസ് നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസ് ഇതാണെങ്കിൽ ഏത് റെക്ടാംഗിൾ യൂസ് ചെയ്യും? അതാണ് ചോദ്യം. HSS ഓക്കെ ഹൈ സ്പീഡ് സ്റ്റീൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഓൾവേസ് ബി പോസിറ്റീവ് റെക്ടാംഗിൾ. അതേസമയം നമ്മുടെ കാർബൈഡ് ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് റെക്ടാംഗിൾ. ഇനി സീറോ റെക്ടാംഗിളിന്റെ കണ്ടീഷൻ പറഞ്ഞതെന്ന് പറഞ്ഞത് കാസ്റ്റ് എണ്ണ നമ്മൾ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് സീറോ റെക്ടാംഗിൾ യൂസ് ചെയ്യാം. അതുപോലെ ബ്രാസും ബ്രോൺസും ആ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് യൂസ് ചെയ്യാം. അല്ല സീറോ യൂസ് ചെയ്യാം. ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ബ്രോൺസിന്റെ കേസിൽ നെഗറ്റീവ് പറഞ്ഞ എപ്പോഴാണെന്ന് പറഞ്ഞേട്ടാ നമ്മൾ മറ്റേ ഇത് എന്താ ഡ്രില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ എന്തോ ഒരു കണ്ടീഷനിലായിരുന്നു അവിടെ ഒരു റേക്ടാംഗിളിന്റെ കേസിൽ ഈ ബ്രോൺസിന് നെഗറ്റീവ് ഒക്കെ പോകുന്നു പറഞ്ഞിട്ട് എവിടെയോ പറഞ്ഞു വിടുന്നുണ്ട് പണ്ട്. അതായത് നമ്മൾ ഇതിന്റെ ക്ലാസ്സിൽ എവിടെയോ ഈ ട്രേഡ്സ്മാൻ്റെ ആ സമയത്ത് എവിടെയോ എടുത്ത സമയത്ത് അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞു. അത് വേണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ പറഞ്ഞ സാധനം ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഡിസ്കണ്ടിന്യൂസിൽ കാസ്റ്റ് അയൺ, ബ്രാസ്, ബ്രോൺസ് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് റേക്ടാംഗിൾ ഒരിക്കലും പോസിറ്റീവ് അല്ല. നിങ്ങൾ പോസിറ്റീവിലോട്ട് കൊടുക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവിലോട്ട് കൊടുക്കരുത്. അതിനെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന്റെ റേക്ടാംഗിളിന്റെ വാല്യൂ നെഗറ്റീവിലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മീൻസ് സ്മോൾ റേക്ടാംഗിൾ കൊടുക്കുക. സീറോയോ അതിന് താഴോട്ടുള്ള റേക്ടാംഗിൾ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു അല്ലെ? ലാർജ് ആയിട്ടുള്ള ചിപ്പ് തിക്നെസ് ഉണ്ടാവും. അപ്പൊ അതായത് അൺകട്ട് ആയിട്ടുള്ള ഇതിനകത്ത് ഭയങ്കര രീതിയിൽ കട്ടിങ്ങും കാര്യങ്ങളും പോസിബിൾ അല്ലാത്ത രീതിയിലുള്ള ചിപ്പിന്റെ തിക്നെസ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വിത്ത് ദ യൂസ് ഓഫ് ഇവിടെയും അതുപോലെ തന്നെ കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ ഈ പരിപാടി എല്ലാം ചെയ്യുക കേട്ടോ. നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുക. തൊട്ട് മുന്നേ അതുപോലെ തന്നെ കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യണം. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കട്ടിംഗ് ഫ്ലൂയിഡുകൾ യൂസ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ചിപ്പും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ഒരു രൂപത്തിലോട്ട് ആയിപ്പോ ആ ഒരു രൂപം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്. അപ്പൊ ഇത്രയാണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ആണ്. അപ്പൊ ഡിസ്കണ്ടിന്യൂസ് ചിപ്പിൽ ഇതെന്താണ് നടക്കുന്നത് നോക്കുക. അപ്പം ഇതിന് അതുപോലെ തന്നെ ചിപ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ബ്രിട്ടിൽ മെറ്റീരിയൽ ആൻഡ് ദ സർഫസ് ഫിനിഷ് ഇസ് ഫെയർ. അപ്പൊ ഇദ്ദേഹത്തിന്റെ സർഫസ് ഫിനിഷ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ല സർഫസ് ഫിനിഷ് ഇല്ല. നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകൾ പറയുന്നതിന്റെ അത്രയും സർഫസ് ഫിനിഷ് ഇല്ല. എന്നാലും കുഴപ്പമില്ല അല്ലെ? കുഴപ്പമില്ല, ഒരു ഫെയർ രീതിയിലുള്ള സർഫസ് ഫിനിഷേ കിട്ടത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിനകത്ത് പവർ കൺസംഷനും അതുപോലെ തന്നെ ടൂൾ ലൈഫും എടുക്കുകയാണെങ്കിൽ ഒരു മിഡ് റേഞ്ച് ആയിരിക്കും. പവർ കൺസംഷൻ എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ടൂൾ ലൈഫ് എടുക്കുകയാണെങ്കിലും ഒരു ഇച്ചിരി മിഡ് റേഞ്ച് ആയിരിക്കും. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ടൂൾ ലൈഫ് ഇച്ചിരി ബെറ്റർ ആണെന്നാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടൂൾ ലൈഫ് ഒരു മിഡ് റേഞ്ചിലാണ്, അല്ലെങ്കിൽ റീസണബിൾ റേഞ്ചിലായിരിക്കും പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു സാധനം ചോദിക്കാം. വേണമെങ്കിൽ
യൂസ് ചെയ്യാം, യൂസ് ചെയ്യാം. ഉണ്ടാകും. അതെ, അതെ. ഇനി മറ്റൊരു കണ്ടീഷൻ ചോദിക്കുകയാണ്. അതിപ്പം അത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരു വർക്ക് പീസ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ വർക്ക് പീസ് ഡക്റ്റൈൽ ആണ്. നിങ്ങളുടെ വർക്ക് പീസ് ഡക്റ്റൈൽ ആണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ ചിപ്പ് എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പാണ് കിട്ടിയത്. എന്താണ് പറയുന്നത്? അപ്പൊ നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസ് ഡക്റ്റൈൽ ആണ്. പക്ഷെ നമ്മൾ കിട്ടിയ ചിപ്പ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. വൃത്തിയുടെ ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കാം. എന്തായിരിക്കാം? ലോ സ്പീഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം സ്മോൾ റെക്ടാങ്കിൾ ആണ്. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ചിപ്പിന്റെ തിക്നെസ്സും കാര്യങ്ങളും ഇതാക്കാം. അപ്പം ഇത് എങ്ങനെയാ മനസ്സിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇദ്ദേഹത്തിന്റെ സർഫസ് ഫിനിഷ് എന്നറിയപ്പെടുന്ന പോർ ആയി പോകും കേട്ടോ. അതായത് നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് കിട്ടുമ്പോഴത്തേക്കും ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ഒരു വർക്ക് പീസിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, വർക്ക് പീസ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ സർഫസ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടൂൾ എടുക്കുന്നതെന്ന് വെച്ചോ, ടൂളിന്റെ വിയർ കേട്ടോ. ടൂളിന് ഭയങ്കര ഒരുപാട് ടൈപ്പ് ഓഫ് വിയറും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അതിനെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. ക്രാറ്റർ വിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് വിയർ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അറിഞ്ഞത് ടൂൾ കാണുന്ന സമയത്ത് ടൂൾ അവിടെ കട്ടിങ് എഡ്ജ് പൊട്ടിയിരിക്കുക, അങ്ങനെയുള്ള കുറെ ടൈപ്പ് ഓഫ് വിയറുകളും കാര്യങ്ങളും, കട്ടിങ് എഡ്ജിന്റെ അവിടെ ക്രാക്ക് വരിക, അങ്ങനെയുള്ള കുറച്ച് വിയറും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡിലല്ല, ഒരു ഡക്ടൈൽ മെറ്റീരിയൽ നിങ്ങൾ എങ്ങനെയാണോ മെഷീൻ ചെയ്യുന്നത് ആ പ്രോപ്പർ മെത്തേഡിലല്ല മെഷീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ടൂളും പ്രോപ്പർ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ അലൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു കട്ടിംഗ് സ്പീഡുകളും കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടൂളിൽ വിയർ ഉണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങളിൽ ഇരിക്കുന്ന ആ ഒരു വർക്ക് പീസിന്റെ സർഫസും പ്രോപ്പർ ആവാത്തില്ല, അല്ലെങ്കിൽ സർഫസ് ഫിനിഷ് എന്ന് പറയുന്നത് പ്രോപ്പർ ആവത്തില്ല, പൂർ ആവും. ക്ലിയർ ആണ് ഈ സാധനം? ഡിസ്കണ്ടിന്യൂസ്, അതായത് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് എന്നറിയപ്പെടുന്നത് ഓൺ എ ഡക്ടൈൽ മെറ്റീരിയൽ വന്നു കഴിഞ്ഞാലുള്ള കണ്ടീഷൻ ആണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇത് മറ്റേതിനകത്ത് നമുക്ക് അതങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പറയുന്നില്ല, സെപ്പറേറ്റ് ആയിട്ടൊന്നും പറയുന്നില്ല, അങ്ങനെ ഒരു സാധനം വരുന്നില്ല, അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല, അങ്ങനെ ഒരു സാധനം. ഓക്കെ, ക്ലിയർ അല്ലേ? മിക്സ് ആവരുത്, ചുമ്മാ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്താണെന്ന്. ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞ സാധനം. അതായത് നമ്മുടെ മറ്റേതൊക്കെ നമുക്ക് നോർമലി കിട്ടുന്ന സാധനമാണ്. ചിപ്പിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു മെഷീൻ ടൂളിന്റെ ഒരു സംഭവത്തിൽ എടുക്കുകയാണെങ്കിൽ ചിപ്പ് എന്ന് പറഞ്ഞ സാധനം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ചിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാവുന്ന സാധനം ഒരു മിനിമം അറിവ് വേണം, എങ്കിൽ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കാം, അടുത്തത് ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് അല്ലെ. ഇപ്പൊ ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ്, കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് അല്ലെ. ഒരു ബിൽട്ടപ്പ് എഡ്ജോട് കൂടിയിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ചിപ്പ് ഫോം ചെയ്യാം. അപ്പം അത് മോസ്റ്റ് കോമൺലി വരുന്നത്, നമ്മൾ ഓൾറെഡി കണ്ടിന്യൂസ് ചിപ്പ് പറഞ്ഞായിരുന്നു. കണ്ടിന്യൂസ് ചിപ്പ് ഏതിലായിരുന്നു പറഞ്ഞത്? ഡക്ടൈൽ മെറ്റീരിയലാണ് പറഞ്ഞത്. അപ്പം സോഫ്റ്റും ഡക്ടൈൽ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് സോഫ്റ്റും ഡക്ടൈൽ മെറ്റീരിയൽ നിങ്ങൾ മോസ്റ്റ് കോമൺലി ഹൈ സ്പീഡിലാണ് കറക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് നോർമലി ഇരിക്കുന്ന കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പ് കിട്ടും. അതേസമയം ഇവിടെ സ്ലോ സ്പീഡിലാണ് കറക്കുന്നതെങ്കിൽ, ഓക്കെ, സോഫ്റ്റും ഡക്ടൈൽ വർക്ക് പീസിനെയും സ്ലോ സ്പീഡിലാണ് മെഷീനിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? സ്മോൾ റേക്ക് ആംഗിൾ അല്ലെ. റേക്ക് ആംഗിൾ ഇച്ചിരി കുറഞ്ഞു. അപ്പം എന്താണ് റേക്ക് ആംഗിൾ ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് നോക്കി ലാർജ് അൺകട്ട് ചിപ്പ് തിക്നെസ് അല്ലെ. നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് അൺകട്ട് ആയിട്ടുള്ള ചിപ്പ് തിക്നെസ് അല്ലെ, ലാർജ് ആയിട്ടുള്ള അൺകട്ട് ചിപ്പ് തിക്നെസ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരു കാരണവശാലും എന്ത് ഉപയോഗിക്കത്തില്ല, നിങ്ങൾ വിത്തൗട്ട് ദ യൂസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള രണ്ട് കേസിലും എന്ത് ഉപയോഗിച്ചു? കട്ടിംഗ് ഫ്ലൂയിഡുകൾ ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡുകൾ ഉപയോഗിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ. ഇതൊരു ഡിഫക്റ്റ് ആണ്. ഓക്കെ. അപ്പം ഇതെന്താ പറയുന്നത്? സ്മോൾ ബിൽട്ടപ്പ് എഡ്ജ് സ്റ്റിക്കിംഗ് ഓൺ ദ നോസ് ഓഫ് ദ കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂളിന്റെ അറ്റത്ത് എന്താ ചെയ്യുന്നത്? ചെറിയ ചെറിയ ബിൽട്ടപ്പ് എഡ്ജുകൾ. ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറയുന്ന സാധനം വേറെ ഒന്നുമല്ല, ആ ചിപ്പ് തന്നെ ആയിരിക്കും. ആ ചിപ്പ് വന്ന് അങ്ങനെ ചിപ്പിന്റെ ഒരു പൊടി പടലം പോലത്തെ സാധനം, നേരത്തെ പറഞ്ഞ ഒരു ബ്രിട്ടിൽ ആയിട്ട് വരുന്ന അത് പറ്റി പിടിച്ചിരിക്കും. അതൊരു കട്ടിംഗ് എഡ്ജ് ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ ദീസ് ബിൽട്ടപ്പ് എഡ്ജ് ഒക്കേഴ്സ് വിത്ത് കണ്ടിന്യൂസ് ചിപ്പ്. ഇത് എന്താണ്? നമുക്ക് കണ്ടിന്യൂസ് ചിപ്പിന്റെ കൂടെ ചിലപ്പോൾ ആണെങ്കിൽ അങ്ങ് ഒക്കർ ചെയ്ത് കളയും. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ചിപ്പ് അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത സാധനമായിരിക്കും ഇവിടെ വന്ന് ഇരിക്കുക, അത് ഇതിന്റെ കൂടെ അങ്ങ് കയറി വരും. ഓക്കെ. അതെ. അപ്പം
ഇത് കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കട്ടിംഗ് സ്റ്റോണിൽ ഒരു ചെറിയ ചൂടുണ്ടായിരുന്നു അല്ലെ. കട്ടിംഗ് സ്റ്റോണിൽ അതായത് നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് ഒന്നും പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ കട്ടിങ്ങിന്റെ സോൺ അല്ലെ, ഒരു കട്ടിങ് വരുന്ന ഒരു ഇത് ഹൈ ഹീറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ചൂടുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇരിക്കുന്ന ചിപ്പ് അല്ലേ, ചെറിയ ചെറിയ ചിപ്പുകളായിരിക്കും, ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചിപ്പായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ബ്രേക്കേജ് വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പതിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ പുറത്ത് അങ്ങ് വെൽഡ് ആയിട്ടിരിക്കും. കാരണം ഓൾറെഡി ഹീറ്റ് ആയിട്ടിരിക്കുന്ന സാധനമാണ്, അതിന്റെ പുറത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ആയിട്ടുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ നമ്മുടെ കട്ടിംഗ് എഡ്ജ് വരുന്ന ഒരു പർട്ടിക്കുലർ പോർഷനിൽ വന്ന് വെൽഡ് ആയിട്ടിരിക്കും. വെൽഡ് ആയിട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതൊരു പുതിയ കട്ടിംഗ് എഡ്ജ് ആയിട്ട് വേണമെങ്കിൽ ഫോം ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ പുറത്തൂടെ ആയിരിക്കും ഈ കണ്ടിന്യൂസ് ചിപ്പ് വൃത്തികേടായിട്ട് പോവുക. അങ്ങനെ ഒരു പ്രശ്നം വരാം. ദ ഫ്രിക്ഷൻ ഓഫ് ടൂൾ ചിപ്പ് ഇന്റർഫേസ് അല്ലെ. അപ്പം ഇതിന്റെ ഇടയ്ക്ക് എന്ത് വരും, എഗെയിൻ എന്ത് ചെയ്യും, അപ്പൊ ഇത് ഇവിടെ ഒരു ബിൽട്ടപ്പ് എഡ്ജ് ആയിട്ട് ഫോം ചെയ്തു, ഒരു പുതിയൊരു എഡ്ജ് ആയിട്ട് ഫോം ചെയ്തു. എന്നിട്ട് ഓൾറെഡി ഒരു കണ്ടിന്യൂസ് ചിപ്പുകളല്ലേ ഫോം ചെയ്യുന്നത്, അപ്പൊ കണ്ടിന്യൂസ് ചിപ്പ് ഇതിന്റെ പുറത്തൂടെ ആയിരിക്കും പോവുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ചിപ്പുകൾ ഇതിന്റെ പുറത്തൂടെ ഒരു പുതിയൊരു ഇന്റർഫേസ് ആയിട്ട് പോയിട്ട് ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രിക്ഷൻ രൂപപ്പെടും, പുതിയൊരു ഫ്രിക്ഷൻ രൂപപ്പെടും. അതായത് ആക്ച്വലി എങ്ങനെയാ വരേണ്ടത്, ആക്ച്വലി ഹൈ സ്പീഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ കൂളന്റുകൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ഫോം ചെയ്യത്തില്ല. അപ്പൊ അവിടെ ഒരു ഫ്രിക്ഷനോ അല്ലെങ്കിൽ അവിടെ ഒരു ഇന്ററാക്ഷനോ ഒന്നും വരത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഹൈ ഹീറ്റുകൾ എഗെയിൻ പോസിബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കട്ടിംഗ് എഡ്ജിന്റെ പുറത്ത് ഇത് ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. ഇതേ കണ്ടീഷൻ തന്നെ എന്തിന്റെ പുറത്തും വരാം, നമ്മുടെ വർക്ക് പീസ് ഉണ്ടെങ്കിൽ ആ വർക്ക് പീസിന്റെ പുറത്തും എന്ത് ചെയ്യാം, ഈ ഒരു ബിൽട്ടപ്പ് എഡ്ജുകൾ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ സർഫസ് ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ കുറയാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പം അതിൽ പറഞ്ഞത് ലോ കട്ടിംഗ് സ്പീഡ്, ലോ റേക്ക് ആംഗിൾ, അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ രണ്ട് കണ്ടീഷൻ കൂടെ അറിഞ്ഞിരിക്കാം. ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ് റേറ്റ്, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ് റേറ്റുകൾ നമ്മൾ പണ്ട് എപ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലേ, 0.15 മുതൽ 0.7 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റേഞ്ചിനെ അല്ലെങ്കിൽ ഓരോ കട്ടിങ്ങിന്റെ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് നമ്മുടെ എന്താണ് ഫീഡ് റേറ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കണം എന്നാണ്. അപ്പൊ ഇവിടെ ഫീഡ് റേറ്റിന്റെ അളവ് ഇച്ചിരി കൂടിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ ഡെപ്ത് ഓഫ് കട്ട് അല്ലെ, DOC എന്ന് പറഞ്ഞിട്ട് ഡെപ്ത് ഓഫ് കട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെപ്ത് ഓഫ് കട്ടും ആക്ച്വലി കൊടുക്കുന്നതിനെക്കാട്ടും ഇച്ചിരി കൂടുതലാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഇതാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് എങ്ങനെയാ കുറയ്ക്കാൻ വേണ്ടി പറ്റിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഈ കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജിനെ എങ്ങനെയാ കുറയ്ക്കാൻ വേണ്ടി പറ്റുക, അതായത് ഈ ബിൽട്ടപ്പ് എഡ്ജ് ഫോം ചെയ്യരുത്, പകരം എന്ത് ഫോം ചെയ്യണം, കണ്ടിന്യൂസ് ചിപ്പ് മാത്രം ഫോം ചെയ്യണം. അപ്പൊ കണ്ടിന്യൂസ് ചിപ്പ് മാത്രം ഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അതേ അത്രേ ഉള്ളൂ അല്ലെ. സ്പീഡ് അതെ, നമുക്ക് റേക്ക് ആംഗിൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കുക, സ്പീഡ് ഇതാക്കുക, അതുപോലെ തന്നെ നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡുകൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക. അത് മൂന്നല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. കട്ടിംഗ് ഫ്ലൂയിഡുകൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ കട്ടിങ്ങിന്റെ സ്പീഡ് കൂട്ടുക, അതുപോലെ തന്നെ റേക്ക് ആംഗിളിന്റെ അളവ് കൂട്ടുക. ഓക്കെ അല്ലേ. ഇതാണ് 3 ടൈപ്പ് ഓഫ് എന്തെന്നറിയപ്പെടുന്നത്, ബിൽട്ടപ്പ് എഡ്ജ്, അല്ലെങ്കിൽ ഈ ഒരു കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറഞ്ഞ സാധനം, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ഇതെന്നറിയപ്പെടുന്നത്, പിന്നെ അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് എന്ന് പറഞ്ഞ സാധനം. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ എടുത്ത് നോക്കിയായിരുന്ന, ഇത് നമ്മുടെ പ്രൊമോഷൻ ഒന്നുമല്ല, ആരുടെ ഓണഡിന്റെ ആപ്പ് എടുത്ത് നോക്കിയായിരുന്ന, വിവേക തുറന്നായിരുന്ന, വിവേക പോയെ, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞല്ല, അതിനകത്ത് അവര് ഫ്രീ കോഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു 7 ദിവസത്തേക്ക്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു 7 ദിവസത്തേക്ക്. നോക്ക് അറിയാൻ തീരാറായി, 18-ാം തീയതി വരെ ഉള്ളൂ. പെട്ടെന്ന് എടു, ചുമ്മാ എടുത്ത് നോക്ക്. അതുപോലെ നാളെ അവന്മാര് ഒരു നാളെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യും. കേട്ടല്ല? അല്ല അവര് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന AMBയുടെ. അപ്പൊ ഇതേപോലെ ഇനി സംസാരിച്ചാകുമ്പോഴത്തേക്ക് അവന്മാർ പോളി ലെക്ചറും, അവന്മാരല്ല അവര് പോളി ലെക്ചറും സ്റ്റാർട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഇതാക്കണം. അപ്പം പിന്നെ നാളെ വെബിനാർ എന്തോ ഉണ്ട് ഒരു ഇതില്, AMBയുടെ ലോങ് ടേം ബാച്ച് എന്ന് പറഞ്ഞിട്ട്. കാര്യം 2026 എപ്പോഴൊരു മിഡ്, അതായത് ഈ റേഞ്ചിൽ, മിഡ് അല്ല ഈ റേഞ്ച്, ജൂൺ ജൂലൈ ആ റേഞ്ചിൽ നോട്ടിഫിക്കേഷൻ വരും. ഇപ്പൊ 104 അഡ്വൈസ് ആയി. അടുത്ത ജൂണിൽ വന്നാലേ നോട്ടിഫിക്കേഷൻ, അതായത് 2026 ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്നാലേ അടുത്ത 2027 എന്താണ് ജൂണിന് മുന്നേ എക്സാം നടക്കത്തുള്ളൂ. അതായത് എക്സാം കണ്ടക്ട് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് ഇടുക എന്നുള്ള സാധനം ഇടുന്നത് ഇങ്ങനെയായിരിക്കും. 2026 ജൂണിൽ ഇട്ടാലേ 2027 ജൂണിൽ എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എക്സാം എങ്കിലും നടത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം വരത്തുള്ളൂ.
ആ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എല്ലാം സെയിം ആയിരിക്കും, എല്ലാം സെയിം റേഞ്ചിലായിരിക്കും വരും. കാര്യം ഇത് 9ാം മാസം എന്തോ അല്ലേ ഇത് വന്നത്, 9ാം മാസമായിരുന്നു ഇതിന്റെ ഇത് വന്നത്. കഴിഞ്ഞ ഇത് 2024 ലിസ്റ്റ് വന്നു, ഒരു കൊല്ലം ആയതേ ഉള്ളൂ. ആ ഇത് കൂട്ടി നോക്ക്, 2027 വരെയല്ലേ ഉള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞു, ജൂണിലായപ്പോഴത്തേക്ക് ഒരു കൊല്ലം ആയിരുന്നു, കഴിഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞു. ആ 2027 ലിസ്റ്റ് തീരും. ആ ലിസ്റ്റ് തീർന്നവരെ ഇവര് കാത്തിരിക്കത്തില്ലല്ലോ, അതിന് മുന്നേ നോട്ടിഫിക്കേഷൻ ഇടും. വേണമെങ്കിൽ ഫെബ്രുവരിയിൽ വേണമെങ്കിൽ എക്സാം നടത്താം, വേറെ ഒന്നും ഇല്ലെങ്കിൽ അവന്മാർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ജൂണിൽ നടത്തിയെന്ന് വെച്ചോ, എക്സാമ്പിൾ ജൂണിൽ നടത്താം, ജൂണിൽ നടത്താം. 2 വർഷമൊന്നും ഇല്ല, നമ്മളിപ്പം പഠിച്ചു തുടങ്ങിയ 2 വർഷമുണ്ട്, പക്ഷെ ആ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ 2 വർഷമുണ്ട്, പക്ഷെ അല്ല ഇതിന് 2 വർഷം, അതൊക്കെ കണ്ണടച്ച് തീരുമ്പോ ചെയ്യും, പരിപാടി തീരും. എന്തായാലും പറഞ്ഞത് ഇതിപ്പം 2026 ജൂണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ അവന്മാർ ഇപ്പം ഓഗസ്റ്റ് 14ാം തീയതി, ഇനി ഈ അടുത്ത ആഴ്ച എന്തോ പുതിയ ബാച്ച് തുടങ്ങാനായിരിക്കും. ഇന്റർവ്യൂ ഇന്ന് ഇത് വന്നല്ല, കലണ്ടർ വന്ന, ഇല്ല ഇല്ല, പറഞ്ഞല്ലോ ഒക്ടോബറിൽ ഇടയുള്ളൂ, ഒക്ടോബർ നവംബർ. ഒക്ടോബർ ലാസ്റ്റ് കാണാനുള്ള സാധ്യത, കാരണം ഒക്ടോബറിന്റെ ഫസ്റ്റില് ടൂൾ ആൻഡ് ഡൈ മേക്കർ ഇടും, അടുത്ത സെക്ഷനിൽ എന്തിട്ടു, ഫിറ്റർ ഇട്ടു. കാരണം കുറവല്ലേ, ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവല്ലേ. നമ്മുടെ എല്ലാവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ശരി തന്നെ 500-നകത്തല്ലേ ആളുള്ളൂ. 500 മാർക്ക് ഒരു മാസം കൊണ്ട് തീക്കാനേ ഉള്ളൂ, 500 പേരുടെ ഇത്. എല്ലാം ഒരുമിച്ച് അങ്ങ് തീറ്റാ മതി, കാരണം ജൂനിയർ ഇൻസ്ട്രക്ടർ വന്ന പാടിനാണ് അവന്മാർ എടുത്തിട്ടിരിക്കുന്നത്. അപ്പം എല്ലാം അങ്ങനെ തീറ്റാ മതി. അതുപോലെ ഇത് ഇത്രയും വെപ്രാളമായിട്ട് വന്നിട്ട് കാര്യമില്ല. ഇല്ല മെഷീനിസ്റ്റ് വരത്തില്ല, മെഷീനിസ്റ്റ് പിന്നെയും താമസിക്കും. ഡിസംബർ ആവും, മെഷീനിസ്റ്റ് താമസിക്കും. വേക്കൻസി ഇല്ല ഒന്ന്, രണ്ടാമതൊന്ന് മെഷീനിസ്റ്റ് താമസിച്ച് എടുത്തു. മെഷീനിസ്റ്റ് ഇതായിട്ടല്ലേ വന്നിട്ടില്ല, ലാഗ് ആയിട്ടല്ലേ വന്നിട്ടില്ല. ഇല്ല 2 വേക്കൻസി, ടൂൾ ആൻഡ് ഡൈ മേക്കർ, ഫിറ്റർ, അതിനുശേഷം ടർണർ, അങ്ങനെയായിരിക്കും വരിക. ടൂൾ ആൻഡ് ഡൈ മേക്കർ, ഫിറ്റർ, ടർണർ. പിന്നെ അതിനുശേഷം ഡിസംബർ മാസത്തിലോ അങ്ങനെ എന്തെങ്കിലും. വലിയ സംഭവമൊന്നുമില്ല, ഒക്ടോബർ നവംബറിലായി കഴിഞ്ഞാൽ പിന്നെ ഡിസംബറിലല്ലേ, അതെല്ലാം ഒരുമിച്ച് ഇതായിട്ട്, അല്ലെങ്കിൽ നവംബർ ലാസ്റ്റിലോ ഡിസംബറിലേ ഇടത്തുള്ളൂ, കാരണം ജനുവരിയിലല്ലേ ഇത് നടന്നത്, എക്സാം നടന്നത്, ഡിസംബറിൽ ഇടത്തേ ഉള്ളൂ. ഇല്ല വരൂല. സെപ്റ്റംബറിൽ വന്നാലും ടൂൾ ആൻഡ് ഡൈ മേക്കറിന് ഇവിടെയുള്ളൂ, നമുക്ക് ഇതിനോട്ട് വരത്തില്ല, ഫിറ്ററിലോട്ടോ അതുപോലെ തന്നെ ടർണറിലോട്ടോ വരത്തില്ല. കേട്ടില്ല? ഉണ്ട്, ഒരു 3-4 ഷെഡ്യൂൾ ഉണ്ട്. പക്ഷെ അത് അവന്മാർ അഡീഷണൽ ഇന്റർവ്യൂ പ്രോഗ്രാം എപ്പോഴും ഇടുന്നത് ഏതെങ്കിലും ചിലപ്പം കലണ്ടറിൽ മാറ്റം വരും. ഇപ്പം ചിലപ്പോ 27ാം തീയതി നടത്താൻ വേണ്ടി ഇടുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കും, വേറെ എന്തെങ്കിലും കാരണത്താൽ റീഷെഡ്യൂൾ ചെയ്തു. അതാ, അപ്പൊ അതുകൊണ്ടാണ് അവന്മാര് അങ്ങനെ ചിലപ്പോ അങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവന്മാർ ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക, ചിലപ്പോ ഒരു ഗ്യാപ്പ് ഇടുന്നതിനായിരിക്കും. അല്ല അതുപോലെ തന്നെ അഡീഷണൽ ഇന്റർവ്യൂ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴും വരാം, നമ്മുടെ വരത്തില്ല, എന്തായാലും വരത്തില്ല, ജൂനിയർ ഇൻസ്ട്രക്ടർ എന്തായാലും വരത്തില്ല. അത് വന്നാലും ആ ടൂൾ ആൻഡ് ഡൈ അതും ഈ ഓർഡറിലേ നടക്കത്തുള്ളൂ, ഇത് എക്സാം നടന്നിരിക്കുന്നതിന്റെ ഓർഡറിലേ പോകത്തുള്ളൂ. ടൂൾ ആൻഡ് ഡൈ മേക്കർ ആദ്യം കൊടുത്തിട്ട് രണ്ടാമത് ഇത് ഫിറ്റർ. അത് കയറണം, എന്റെ ആഗ്രഹം അതാണ്, എങ്കിൽ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ കയറി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കറസ്പോണ്ടിങ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള സാധനത്തിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും ലെവലോട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മളിപ്പം കയറുന്ന ട്രേഡ്സ്മാൻ ടർണർ ആയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ ടർണർ ആയിട്ട് കയറുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ ടർണറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവര് അതായിരിക്കും എക്സ്പെക്ട് ചെയ്യുക, കാരണം ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഫീൽഡ് ആണല്ലോ. അപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും അവര്. അതൊക്കെ സമ്മതിച്ച്, എന്നാലും പറഞ്ഞില്ലേ കുറച്ചുകൂടെ ഇത് ടെക്നിക്കൽ നോളജ് കുറച്ചുകൂടെ അളക്കും, അത്ര തന്നെ. അത് പ്രശ്നമൊന്നുമില്ല, പിന്നെ നമ്മൾ അല്ലാതെ കയറിയാലും ടെക്നിക്കൽ നോളജ് ഇതാവും, പിന്നെ ഇതാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താ പണി എന്നുള്ള സാധനം അറിഞ്ഞിരിക്കണം, അവിടെ എന്താ നീ എന്താ അവിടെ ചെയ്യുന്നതെന്നുള്ള സാധനം അറിയാം. അതായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്, അതായിരിക്കും. കാരണം ഇപ്പം പിന്നെ ടർണറും കൂടെ ആകുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടെ പിന്നെ ഓൾറെഡി അവൻ അതിലെ തന്നെയല്ല ഇരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് എന്താ അവൻ ചെയ്യുന്നതെന്നുള്ള സാധനം അറിഞ്ഞിരിക്കണം, അതെന്തായാലും ചോദിക്കും.
നമ്മളായിരുന്നല്ലെങ്കിൽ ചോദിക്കത്തില്ലേ? നമ്മളെ ഒരു അത് കുറച്ചുകൂടെ ഇതായിട്ട് എന്റെ ആഗ്രഹം അത് തന്നെ. നമ്മളതിൽ കയറുമ്പോഴത്തേക്കും നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ഗുമ്മ അങ്ങനെ ഇരിക്കും. നമുക്ക് ടൂൾ ലൈഫും കൂടെ പറയാം. അപ്പൊ നമുക്ക് ടൂൾ ലൈഫ് അല്ല, ടൂൾ ലൈഫ് ജനറൽ മെത്തേഡ് ആക്ച്വൽ മെഷീനിങ് ടൈം ബിറ്റ്വീൻ ദ ടു സക്സസ്. ഇതാണ് ആക്ച്വൽ പറയുന്നത് അല്ലെ. അതായത് ടൂൾ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ടൂളിന്റെ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്ന ടൂള് നമുക്ക് ഒരു കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ ഒരു പ്രാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഗ്രൈൻഡിങ്ങും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ സക്സസീവ് ആയിട്ടുള്ള രണ്ട് റീഗ്രൈൻസിന്റെ ഇടയ്ക്കുള്ള ഒരു ടൈമിനായിരിക്കും ആക്ച്വലി എന്തെന്ന് അറിയപ്പെടുന്ന ടൂളിന്റെ ലൈഫ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ജനറൽ മെത്തേഡ് ആക്ച്വൽ മെഷീനിങ് ടൈം ബിറ്റ്വീൻ ദ ടു സക്സസീവ് റീഗ്രൈൻഡ് ഓഫ് ടൂൾ അല്ലെ. ടൂളിന്റെ ആ രണ്ട് സക്സസീവ് ആയിട്ട് വരുന്ന ആ ഒരു റീഗ്രൈൻസിന് ഇടയ്ക്ക് ഇരിക്കുന്നു. വാങ്ങിച്ച ഉടനെ ഗ്രൈൻഡ് ചെയ്യത്തില്ലല്ലോ. വാങ്ങിച്ച ഉടനെ നല്ല കട്ടിങ് എഡ്ജ് എല്ലാം നല്ല പിന്നെ ചീത്തയായിട്ടായിരിക്കും ഗ്രൈൻഡ് ചെയ്യുക. ചീത്തയായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ ഗ്രൈൻഡിങ് മുതൽ അടുത്ത ഗ്രൈൻഡിങ് വരെ എടുക്കുന്ന ഒരു ടൈം പീരീഡ് അല്ലേ, അതായിരിക്കും ആക്ച്വലി ടൂൾ ലൈഫ്. രണ്ടാമത് ഒരു പ്രാവശ്യം കൊണ്ട് മാത്രമുള്ളത്. അതായത് നമ്മളിപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് നമുക്കൊരു ടൂൾ കടയിൽ നിന്ന് മേടിച്ചെന്ന് വെച്ചാൽ അപ്പൊ അതിനെല്ലാം റേറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടായിരിക്കും തരിക. അപ്പം അത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് അങ്ങ് ഉപയോഗിക്കും അല്ലെ. കൊണ്ടുവന്നിട്ട് അങ്ങ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം പോയി. നമ്മളിൽ ഇരിക്കുന്ന എല്ലാ സാധനം കട്ടിങ് എഡ്ജും എല്ലാ കാര്യങ്ങളും അടിച്ചു പോയി. അപ്പൊ നിങ്ങൾ ഇനി അടുത്തതെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കട്ടിങ് എഡ്ജ് എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഇനി അടുത്ത എവിടെയാണോ നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരുന്നത് അവിടം വരെയുള്ള നമുക്ക് ഒരു ഇതെടുക്കുകയാണെങ്കിൽ അതിനെയായിരിക്കും പറയുന്നത് സക്സസീവ് ആയിട്ട് വരുന്ന ആ ഗ്രൈൻഡിങ്ങിന് ഇടയ്ക്കുള്ള ഒരു ടൈമിനായിരിക്കും അദ്ദേഹത്തിന്റെ എന്തെന്നറിയപ്പെടുന്ന ടൂൾ ലൈഫ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. മാസ് പ്രൊഡക്ഷൻ നമ്പർ ഓഫ് പീസസ് പ്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ടു സക്സസീവ് റീഗ്രൈൻഡ്. അപ്പൊ അങ്ങനെയും പറയും. ചില സമയത്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടൂൾ ലൈഫ് എന്നറിയപ്പെടുന്നത് നിങ്ങൾക്ക് രണ്ട് ടൂൾ അല്ലെങ്കിൽ അതായത് ഉദ്ദേശിക്കുന്ന സാധനം രണ്ടും സെയിം എഫക്ട് തന്നെയാണ് അല്ലെ. നമ്മുടെ ആ ഒരു ഗ്രൈൻഡിങ്ങിന്റെ ഇടയ്ക്ക് നിങ്ങൾ എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അത് വേണമെങ്കിൽ നമുക്ക് ടൂൾ ലൈഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ടൂളിന്റെ കപ്പാസിറ്റി എന്ന് പറയാം അല്ലെ. ടൂളിന്റെ ലൈഫ് എന്ന് ടൂളിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ക്ലിയർ ആണ്? ആ സംഭവം ക്ലിയർ അല്ലേ രണ്ടാന്ന് പറഞ്ഞത്? അതായത് മാസ് പ്രൊഡക്ഷൻ എടുക്കുകയാണെങ്കിൽ രണ്ട് റീഗ്രൈൻഡുകൾക്ക് അല്ലെ സക്സസീവ് ആയി വരുന്ന രണ്ട് റീഗ്രൈൻഡിന് ഇടയ്ക്ക് എത്ര പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ വർക്കുകൾ ചെയ്യാൻ വേണ്ടി പറ്റി എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്താലും അദ്ദേഹത്തിന് ടൂൾ ലൈഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ടൂളിന്റെ കപ്പാസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇനി റഫ് മെഷീനിങ് എടുക്കുകയാണെങ്കിൽ ദ വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ബിറ്റ്വീൻ ദ ടു സക്സസീവ് റീഗ്രൈൻഡ്. എല്ലാം പറയുന്ന ഒരേ സാധനം തന്നെ. സക്സസീവ് ആയിട്ടുള്ള റീഗ്രൈൻഡിന് ഇടയ്ക്ക് നിങ്ങൾ എന്താണ് ഒരു പർട്ടിക്കുലർ വർക്ക് പീസിനെ എടുത്തിട്ട് കട്ട് ചെയ്തു അല്ലെ, വർക്ക് പീസിനെ എടുത്തിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനിങ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിന്ന് എത്ര വോളിയം ഓഫ് മെറ്റീരിയൽ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത് അത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും എന്ത് പറയാം, അതിനെ ടൂൾ ലൈഫ് എന്ന് പറയും. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടൂൾ ലൈഫ്. ടൂൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്നറിയപ്പെടുന്നത് നമ്മുടെ വർക്ക് പീസിന്റെ മെറ്റീരിയൽ, നിങ്ങൾ ഏത് വർക്ക് പീസ് ആണോ ഉപയോഗിക്കുന്നത്. ചിലപ്പം വർക്ക് പീസിന്റെ മെറ്റീരിയൽ അല്ലെ, കാസ്റ്റ് അയൺ ആയിരിക്കും, അലുമിനിയം ആയിരിക്കാം, കോപ്പർ ആയിരിക്കാം, ബ്രാസ് ആയിരിക്കാം, ബ്രോൺസ് ആയിരിക്കും, എന്ത് വർക്ക് പീസിന്റെ മെറ്റീരിയൽ അത് ഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ ടൂളിന്റെ ജോമെട്രി, നമ്മൾ ഓൾറെഡി ടൂളിന്റെ സിഗ്നേച്ചർ കണ്ടു, ടൂളിന്റെ ജോമെട്രി ഉണ്ടായിരുന്നു, ഷാങ്ക് എത്ര ഉണ്ടായിരുന്നു, കട്ടിംഗ് എഡ്ജ് എങ്ങനെ ഉണ്ടായിരുന്നു, എൻഡ് കട്ടിംഗ് എഡ്ജ് എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ സൈഡ് കട്ടിംഗ് എഡ്ജ് എങ്ങനെയായിരുന്നു, അതുപോലെ ആംഗിളുകൾ എങ്ങനെയാണ്, അതെല്ലാം ഡിപ്പെൻഡന്റ് ആണ്. ഇനി അതുപോലെ തന്നെ കട്ടിംഗ് ഫ്ലൂയിഡ് അല്ലെ, കട്ടിംഗ് ഫ്ലൂയിഡുകൾ എത്രയാണ്, അതായത് റേക്ക് ആംഗിൾ എങ്ങനെ കൊടുക്കണം, റേക്ക് ആംഗിൾ കുറഞ്ഞു കൊടുക്കണോ കൂടുതൽ കൊടുക്കണോ, അതെല്ലാം ആയിരിക്കും. അതല്ല, അതായത് നമ്മൾ പഠിച്ച സാധനം ടൂളിന്റെ സിഗ്നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ എല്ലാ അതെല്ലാം ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുമല്ലാതെ ഷാങ്ക് പഠിച്ചു, കട്ടിംഗ് എഡ്ജ് പഠിച്ചു, ഫ്ലാങ്ക് പഠിച്ചു, ഫേസ് പഠിച്ചു, അതെല്ലാം പറഞ്ഞിട്ടില്ലായിരുന്നു. അതെല്ലാം ടൂളിന്റെ ജോമെട്രിയാണ്. അപ്പൊ ടൂളിന്റെ ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആംഗിൾ ഉൾപ്പെടെ അതുപോലെ തന്നെ പാർട്സ് ഉൾപ്പെടെ അത് എവിടെയാണ് ഇരിക്കുന്നത് അതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന ടൂൾ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത് പറയുന്നത് കട്ടിംഗ് ഫ്ലൂയിഡ് അല്ലെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ഫ്ലൂയിഡ് ഏതാണ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ കാസ്റ്റ് അയൺ ആണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ എയർ ആയിരിക്കും ഉപയോഗിക്കുക. അതുപോലെ തന്നെ അലുമിനിയം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറോസിൻ ഉപയോഗിക്കാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ സിന്തറ്റിക് ഓയിൽ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം ഡിപ്പെൻഡന്റ് ആണ്. ഇനി അതുപോലെ പ്രോസസ് പാരാമീറ്റർ ലൈക്ക് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്ക് പറഞ്ഞിട്ടുണ്ട്, പണ്ട് തൊട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്പീഡ് ഉണ്ട്, ഫീഡ് ഉണ്ട്, ഡെപ്ത് ഓഫ് കട്ട് ഉണ്ട്. ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, നമ്മുടെ ടൂൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇനി നോക്കാം, കട്ടിംഗ് സ്പീഡ് ഹാസ് എ ലാർജസ്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ടൂൾ ലൈഫ് ഫോളോഡ് ബൈ ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് കട്ട്. അതായത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കുന്ന എപ്പോഴും എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, കട്ടിംഗ് സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. കട്ടിംഗ് സ്പീഡ് ആയിരിക്കും നമ്മൾ ആദ്യം നോക്കുക, അതിനുശേഷമായിരിക്കും എന്ത് വരുന്നത്, ഫീഡും ഡെപ്ത് ഓഫ് കട്ടും വരുന്നത്. കട്ടിംഗ് സ്പീഡ് ആയിരിക്കും ആദ്യം നോക്കുക, പിന്നെ ആയിരിക്കും നമ്മുടെ എന്ത് വരുന്നത്, ഫീഡും ഡെപ്ത് ഓഫ് കട്ടും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടൈലറിന്റെ ഇക്വേഷൻ, ഇപ്പം ഇത് നോക്കുക, ടൂൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ എവിടെയെങ്കിലും കേട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരെന്ന് ചോദിച്ചാൽ ടൈലേഴ്സ് ഇക്വേഷൻ ആണ് അല്ലെ. ടൈലേഴ്സ് ഇക്വേഷൻ ഓഫ് ടൂൾ ലൈഫ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇക്വേഷൻ വരുന്നത് VT റൈസ് ടു N ഈസ് കോൺസ്റ്റന്റ് എന്നാണ്. അതിൽ T, V, ഇനി കോൺസ്റ്റന്റ് അല്ലെ, കോൺസ്റ്റന്റ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യം, അത് കുഴപ്പമില്ല. N എന്താണെന്ന് മൂന്നെണ്ണം അറിഞ്ഞിരിക്കണം. V എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല,
നമ്മുടെ കയ്യിലിരിക്കുന്ന കട്ടിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കട്ടിംഗ് സ്പീഡ് അല്ലെ, കട്ടിംഗ് സ്പീഡ് ഇൻ മീറ്റർ പെർ മിനിറ്റിലായിരിക്കും ആക്ച്വലി എന്ത് വരുന്നത്, വിയുടെ യൂണിറ്റ് വരുന്നത്. ഇനി ടി എന്ന് പറഞ്ഞ സാധനം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇരിക്കുന്ന ഇത് എത്രയാണോ ഇതായിരിക്കും ടൂൾ ലൈഫ് അല്ലെ, ടി മീൻസ് ടൂൾ ലൈഫ് എന്ന് പറഞ്ഞ സാധനം. ഇനി റൈസ് ടു എൻ അല്ലെ, ആ പവർ പറയുന്നത് ടെയ്ലേഴ്സിന്റെ എക്സ്പാൻഡ്. അപ്പൊ അത് ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരിക്കുക, ഓരോ മെറ്റീരിയൽ എങ്ങനെയാണ്. 0.1 വന്നിട്ട് ഹൈ സ്പീഡ് സ്റ്റീലിനായിരിക്കും, 0.2നും 0.25നും ഇടയ്ക്ക് കാർബൈഡ് ടൂളിനും, 0.5നും 0.55നും ഇടയ്ക്ക് സെറാമിക്സിനായിരിക്കും ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കേൾക്കുക, ആവശ്യമില്ല, എന്നാലും ചുമ്മാ ഒന്ന് കേട്ട് വെച്ചേക്കുക. അതായത് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന E(T)(n) കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ സാധനം ടെയ്ലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ ആണ്. വി എന്ന് പറഞ്ഞ സാധനം കട്ടിംഗ് സ്പീഡ് ഇൻ മീറ്റർ പെർ മിനിറ്റ്. ടി ആയിരിക്കും ആക്ച്വലി എന്തെന്നറിയപ്പെടുന്ന നമ്മുടെ ടൂൾ ലൈഫ് അല്ലെ, ടൂൾ ലൈഫിന്റെ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. എത്ര ടൈമിലാണ് നമുക്ക് ടൂൾ ലൈഫ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് എന്തായിരിക്കും യൂണിറ്റ് പറയുക, മിനിറ്റിലായിരിക്കും പറയുക അല്ലെ, മിനിറ്റിലുള്ള യൂണിറ്റ് ആയിരിക്കും പറയുക. ഇനി ഇത് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ സാധനം ആയിരിക്കും കിട്ടുക. ഇനി റൈസ് ടു എൻ എന്ന് പറഞ്ഞ സാധനം n എന്നറിയപ്പെടുന്നത് ടെയ്ലറിന്റെ എക്സ്പോണന്റ് ആണ്. ആ എക്സ്പോണന്റ് വാല്യൂസ് ഓരോന്നും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ട്. ഹൈ സ്പീഡ് സ്റ്റീൽ ആകുമ്പോൾ 0.1, അതുപോലെ 0.2, 0.25 എന്നാണ് കാർബൈഡ് ടൂള്, 0.4നും 0.55നും ഇടയ്ക്ക് സെറാമിക്സ്. അതെല്ലാം ടൂൾ ഉണ്ട്. ഇതിപ്പോ ടൂൾ ലൈഫ് എന്നല്ലേ പറയുന്നത്, ടൂളുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ്, ടൂൾ ലൈഫ്. ഓക്കെ, എക്സ്പോണന്റ് അതെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളുകൾ മാറുന്നതനുസരിച്ച് എക്സ്പോണന്റ് വാല്യൂസും വ്യത്യാസമുണ്ട്. 0.2, 0.25, 0.4, 0.55 ഇതൊന്നും അങ്ങനെ ഓർമ്മിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ആക്ച്വലി എക്സ്റ്റെൻഡ് ഇതാണ് ആക്ച്വലി പറയുന്നതെങ്കിലും നമ്മൾ ഇതിന്റെ മോഡിഫൈഡ് വെർഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേണ്ട, നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കും. ഇങ്ങനെയാണ് ആക്ച്വലി ഇതിന്റെ മോഡിഫൈഡ് വെർഷൻ വരുന്നത് കേട്ടോ. വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞേ. E(T)(n) കൂടെ തന്നെ എഫും ഡിയും കൂടെ വരും. ഏതൊക്കെയാണ് എഫും ഡിയും? ഫീഡും അതുപോലെ ഡെപ്ത് ഓഫ് കട്ട് അല്ലെ, എക്സ്ട്രാ ആയിട്ട് വരുന്ന രണ്ട് ടേംസ് ആണ് ഫീഡും ഡെപ്ത് ഓഫ് കട്ടും. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളായിരിക്കും എന്തിലും കൂടെ വരിക. ഈ ഒരു മോഡിഫൈഡ് ഓഫ് നമ്മുടെ ടൈലേഴ്സ് ഇക്വേഷന്റെ കുറച്ചുകൂടെ മോഡിഫൈഡ് വെർഷനിനകത്ത് വരുന്ന ഇതായിരിക്കും. അപ്പൊ അത് രണ്ടിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനം നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, കട്ടിംഗ് സ്പീഡ് ഉണ്ട്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, ടൂൾ ജോമെട്രി, ടൂൾ നമ്മുടെ മെറ്റീരിയൽ, അതുപോലെ തന്നെ കട്ടിംഗ് ഫ്ലൂയിഡ്. പിന്നെ വർക്കിന്റെ മെറ്റീരിയൽ, റിജിഡിറ്റി ഓഫ് വർക്ക്, ടൂൾ, മെഷീൻ, ഇതിനെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കട്ടിംഗ് ഫ്ലൂയിഡിനെ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി മെഷീനബിലിറ്റി ഓൾറെഡി നമ്മൾ കണ്ടതാണ്, എന്നാലും ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക. ഈസ് വിത്ത് മെഷീൻ അല്ലെ, വിച്ച് ദ മെഷീനിങ് ഓഫ് എ ഗിവൺ മെറ്റീരിയൽ ക്യാൻ ബി ഡൺ. അതായത് ഒരു മെറ്റീരിയലിന്, അതായത് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു വർക്ക് പീസ് എടുക്കുകയാണെങ്കിൽ വർക്ക് പീസ് നമുക്ക് ഈസിലി മെഷീൻ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ആ മെറ്റീരിയൽ നമ്മൾ എപ്പോഴും പറയുന്നത് മെഷീനബിൾ ആണ്, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി നമ്മൾ എപ്പോഴും പറയുന്നത് മെഷീനബിലിറ്റി എന്നായിരിക്കും. When more than one work pieces are given, parameters defining machinability are അല്ലെ, ഒന്നിലധികം നമ്മുടെ കയ്യിൽ വർക്ക് പീസസ് ഉണ്ടെങ്കിൽ നമ്മൾ മെഷീനബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് എന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും? സർഫസ് ഫിനിഷ്, എത്ര സർഫസ് ഫിനിഷ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു വർക്ക് പീസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൂള് എങ്ങനെയാണ് അത് ഇല്ലാതായി പോകുന്നത്, അപ്പൊ അതിന്റെ ടൂൾ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സസ് ഇൻ മെഷീനിങ് ഓപ്പറേഷൻ, ഏതൊക്കെ ഫോഴ്സസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, MRR എന്ന് പറഞ്ഞിട്ട് അല്ലെ, എത്ര മെറ്റീരിയൽ ആണ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ റേറ്റ്. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ചിപ്പ് ഫോം ചെയ്യും, അതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മെഷീനബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓൺലി വൺ വർക്ക് പീസ് ഈസ് ഗിവൺ യൂസ് മെഷീനബിലിറ്റി ഇൻഡെക്സ്. വേണ്ട, അതൊന്നും ആവശ്യമില്ല, ചുമ്മാ കേട്ട് വെച്ചിട്ടുണ്ടായി. ഇനി അതുപോലെ സ്റ്റാൻഡേർഡ് വർക്ക് പീസസ്, ഫ്രീ കട്ടിംഗ് സ്റ്റീൽ, വേണ്ട മതി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണെന്ന് തോന്നുന്നു. ഹൈ സ്പീഡ് സ്റ്റീല്, ഓക്കെ. built up edge while machining high carbon workpiece, stellite, carbide, ceramics, diamond, CBM. ഓക്കെ, നമുക്ക് അടുത്തതിൽ നോക്കാം.